ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ പാറ്റേൺസ് ആണ്. ലീനിയർ പാറ്റേൺസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലാസ് ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുക. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ പാറ്റേൺസ്. എന്താണ് ലീനിയർ പാറ്റേൺസ് എന്ന് നമുക്ക് നോക്കാം. എ ലീനിയർ പാറ്റേൺ ഇസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ലീനിയർ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ നമ്പേഴ്സ്, അതായത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. ഈ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വേർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് അടുത്തടുത്ത് വരുന്ന നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ്, അതാണ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത്. അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? ആ ആൻസർ ഫുൾ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഏതൊക്കെ നെക്സ്റ്റ് അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലാം സെയിം ആയിരിക്കും, ഇറ്റ്സ് ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുന്നതാണ് ലീനിയർ പാറ്റേൺ എന്ന് പറയുന്നത്. എന്ത് ടേം എന്ന് പറയുന്നതാണ് ലീനിയർ എക്സ്പ്രഷൻ. നമ്മൾ ലീനിയർ എക്സ്പ്രഷനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതിലെ എന്ത് ടേമിനെ ആയിരിക്കും നമ്മൾ ലീനിയർ എക്സ്പ്രഷനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ലീനിയർ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേല ഹാസ് ₹100 ഫോർ പോക്കറ്റ് മണി. ബേലയുടെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ട് ₹100 ഉണ്ട്. ഷി സ്പെൻഡ്സ് ₹5 എവറി ഡേ. ഓരോ ദിവസം ₹5 വെച്ച് ബേല എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് വിൽ ഷീ ബി ലെഫ്റ്റ് വിത്ത് ₹40 ആകാൻ എത്ര ഡേയ്സ് എടുത്തു എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ നമുക്കിതിനൊന്ന് ഈസിലി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ലീനിയർ പാറ്റേൺ നമുക്കൊരു ടേബിളൊക്കെ വരച്ച് നല്ല നീറ്റ്ലി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡേയ്സും എമൗണ്ട് ലെഫ്റ്റ് ആയിട്ട് രണ്ട് ടേബിളായിട്ട്, അതായത് ഒരു ടേബിളിൽ രണ്ട് കോളംസ് ആയിട്ട് എടുക്കാം, ഒന്ന് ഡേയ്സും ഒന്ന് എമൗണ്ട് ലെഫ്റ്റും. സോ നമുക്ക് 0 ഡേയ്സ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ എത്ര റുപ്പീസാണ്? ₹100 ബേലയുടെ കയ്യിലുണ്ട്. 1 ഡേ ആകുമ്പോൾ ₹100 എത്ര എമൗണ്ട് കുറയും? ₹5 കുറയും. അപ്പോൾ 100 - 1 × 5. ഫസ്റ്റ് ഡേ ആകുമ്പോൾ ₹5 കുറയും. അപ്പോൾ ₹5 കുറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 95. സെക്കൻഡ് ഡേ ആകുമ്പോൾ എത്ര റുപ്പീസ് കുറയും? 100 - 2 × 5. 2 × 5 ആകുമ്പോൾ നമുക്ക് അവിടെ എത്ര റുപ്പീസ് ആവും? ₹90. ഇതുപോലെ തേർഡ് ഡേ ആകുമ്പോൾ 100 - 3 × 5 ആവും, ദാറ്റ് ഈസ് ₹85. അങ്ങനെ ഫോർത്ത് ഡേ ആകുമ്പോൾ 100 - 4 × 5, ദെൻ ₹80. സോ എക്സെട്ര ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ലാസ്റ്റ് എന്ത് ഡേ ആകുമ്പോൾ എത്ര ഡേയ്സ്, എന്ത് ഡേ ആകുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എമൗണ്ട് എന്ന് പറയുന്നത് 100 തന്നെ ആയിരിക്കും അല്ലേ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൈനസ് നമുക്ക് ഒരേ എമൗണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ റെഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേ എമൗണ്ട് തന്നെയാണ്, ദാറ്റ് ഈസ് 5 × n. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ്. നമ്മൾ ഓരോ ഡേയ്സും, അതായത് 1, 2, 3 എന്ന് പറയുന്ന ഓരോ ഡേയ്സ് ആയിട്ട് എടുക്കുകയാണ് n. അപ്പോൾ എനിക്കിതിൻ്റെ എന്ത് ടേം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി? 100 - 5 × n എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത് ഹൗ മെനി ഡേയ്സ്, അതായത് ഷീ വിൽ ബി ലെഫ്റ്റ് വിത്ത് ₹40 ആകാൻ എത്ര ഡേയ്സ് എടുത്തു എന്നാണ്. നമുക്കിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. എന്ത് ഡേ ആകുമ്പോൾ 100 - 5n എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഡേയ്സിൻ്റെ എമൗണ്ട് 40 ആകാനായിട്ട് എത്ര ഡേയ്സ് ആകുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ഡേയുടെ എക്സ്പ്രഷൻ എന്തെന്നറിയാം? 100 - 5n എന്നറിയാം എന്ത് ഡേയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് 40 ഡേയ്സിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എമൗണ്ട് ഇവിടെ 40 എന്ന് കൊടുക്കാം. സോ -5n = +100 = അപ്പുറത്ത് വരുമ്പോൾ എന്താവും? -100. ദെൻ -5n = -60 എന്നാവും. രണ്ട് സൈഡിലെ നെഗറ്റീവ് സൈൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. n = 60 × 5 = അപ്പുറത്ത് വരുമ്പോൾ /5 ആവും. അപ്പോൾ n = 12 എന്ന് കിട്ടും. നമുക്കിവിടെ n എന്ന് പറയുന്നത് 12 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 12 ഡേയ്സ് ആകുമ്പോഴായിരിക്കും ബേലയുടെ കയ്യിൽ ₹40 ആകുക. ഇതിലൊരു സബ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. വാട്ട് എമൗണ്ട് വിൽ ബി ദ ലെഫ്റ്റ് ഓൺ ദ 15th ഡേ? 15th ഡേ ആകുമ്പോൾ എത്ര എമൗണ്ട് ആയിരിക്കും ബേലയുടെ കയ്യിൽ ലെഫ്റ്റ് ആയിട്ട്, അതായത് ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം? ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 100 - 5n എന്നറിയാം. അപ്പോൾ 15th ഡേ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 15th ഡേ ആകുമ്പോൾ ആ എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 100 - ഫസ്റ്റ്ലി എന്ത് ചെയ്യുക?
5 ഇൻറ്റു 15 ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ദെൻ 100 മൈനസ് 75 25 എന്ന് നമുക്ക് കിട്ടും. 15th ഡേ ആകുമ്പോൾ ബേലയുടെ കയ്യിൽ എത്രയാണ് ബാലൻസ് ലെഫ്റ്റ് എമൗണ്ട് ആയിട്ടുള്ളത്? 25 റുപ്പീസാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് ഹാസ് ₹500 ഇൻ ഹെർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്ര റുപ്പീസാണ് സേവിങ്സ് ആയിട്ടുള്ളത്? 500 റുപ്പീസ്. ഷീ ഗെറ്റ്സ് ₹150 എവറി മന്ത് ആസ് പോക്കറ്റ് മണി. ഓരോ മാസവും 150 റുപ്പീസാണ് പോക്കറ്റ് മണി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹൗ മച്ച് മണി വിൽ ഷീ ഹാവ് അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത് ഫ്രം ദ സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ്? ഓരോ മാസം കഴിയുന്തോറും എത്ര എമൗണ്ട് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക? അതായത് എൻഡ് ഓഫ് എവറി മന്ത് ആകുമ്പോൾ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ആകുമ്പോൾ ഓരോ മാസം എത്ര കൂടിക്കൊണ്ടിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു ലീനിയർ എക്സ്പ്രഷൻ എഴുതണം. ടു റിപ്രസെൻറ്റ് ദ എമൗണ്ട് ഷീ വിൽ ഹാവ് ഇൻ ദ എൻഡ് മന്ത് ആകുമ്പോൾ എത്ര എമൗണ്ട്സ് ആണ് ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനിഷ്യൽ എമൗണ്ട്, അതായത് സ്റ്റാർട്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് 500 എന്നറിയാം. ഷീ ആഡ്സ് 150 റുപ്പീസ് ഈച്ച് മന്ത്, അതായത് ഓരോ മാസവും 150 റുപ്പീസാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ പോലെ ഒരു ടേബിൾ തന്നെ ഡ്രോ ചെയ്ത് എന്തെന്നും അതുപോലെ എമൗണ്ട് എന്നും ടേബിളിൽ കൊടുക്കാം. മന്തിനെ നമ്മൾ N എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, എമൗണ്ട് റുപ്പീസിൽ കൊടുക്കാം. 0 മന്ത് ആകുമ്പോൾ എത്രയാണ് കയ്യിലുള്ള? 500 റുപ്പീസാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ളത്. 1 മന്ത് ആകുമ്പോൾ അതെന്താവും? 500ൻ്റെ കൂടെ 150 ഇൻക്രീസ് ആവും. അപ്പോൾ 1 ഇൻറ്റു 150. അപ്പോൾ നമുക്ക് എത്ര ഇൻക്രീസ് ആവും? 500 പ്ലസ് 150 ആകുമ്പോൾ 650. ദെൻ 2 മന്ത്സ് ആകുമ്പോൾ 500 പ്ലസ് അടുത്തെന്താവും? 2 ഇൻറ്റു 150 എന്നാവും. 2 ഇൻറ്റു 150 എന്നാകുമ്പോൾ ദാറ്റ് ഈസ് 800 റുപ്പീസ് ആവും. 3 മന്ത്സ് ആകുമ്പോൾ എന്താവും? 500 പ്ലസ് 3 ഇൻറ്റു 150, അതായത് ഓരോ മാസവും എന്താവും? 150 ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എക്സെട്ര അപ് ടു നമുക്ക് എന്തുവരെ കണ്ടെത്താം? എന്ത് മന്ത് വരെ കണ്ടെത്തിക്കൂടെ? എന്ത് മന്ത് ആകുമ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എമൗണ്ട് 500 ആണ്. ഓരോ മാസത്തിന് നമ്പർ ഓഫ് മന്ത്സിന് നമുക്ക് N എന്ന് കൺസിഡർ ചെയ്യാം. ഓരോ മന്തും എത്രയാണ് ഇൻക്രീസ് ആവുന്നത്? 150. ദെൻ 150 ഇൻറ്റു N എന്ന് പറഞ്ഞൂടെ? എന്ത് മന്തിൻ്റെ ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? എമൗണ്ടിനെ ക്യാപിറ്റൽ ലെറ്റർ A എന്നും നമ്പർ ഓഫ് മന്ത്സിനെ N എന്നും എടുക്കുകയാണെങ്കിൽ A ഓഫ് N എന്ന് പറയുന്നത് എന്താണ്? 500 പ്ലസ് 150 ഇൻറ്റു N എന്ന് എടുക്കാം. ഓക്കെ, ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ഓരോ മാസവും എത്രയാണ് എമൗണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്? 150 റുപ്പീസാണ് എമൗണ്ട് എന്താകുന്നത്? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇത് ഒരു ലീനിയർ ഗ്രോത്ത് ആയിട്ട് നമുക്ക് പറയാം.